സുഹൃത്തുക്കളെ, ബ്ലേസ് മേൽമുറി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ പോരാട്ടത്തിൽ ഇസ്സ ഗ്രൂപ്പ് ചെറുപ്പുളശ്ശേരിയും റോയൽ ട്രാവൽസും തമ്മിലായിരുന്നു ആ പൊരിഞ്ഞ പോരാട്ടം. 60 മിനിറ്റ് നല്ലൊരു മത്സരം ഇരു ടീമുകളും കാഴ്ചവെച്ചു. ഗോളുകളൊന്നും സ്കോർ ചെയ്യാതെ ഒപ്പത്തിനൊപ്പം പെനാൽറ്റിയിലൂടെയാണ്, ടൈം ബാക്കറിയിലൂടെയാണ് പിന്നെ വിജയികളെ കണ്ടെത്തിയത്. അങ്ങനെ റോയൽ ട്രാവൽസ് ആ മത്സരത്തിൽ തോൽക്കുകയും ഇസ്സ ഗ്രൂപ്പ് ഫൈനൽ കപ്പെടുകയും ചെയ്തു. ആ സമയത്ത് നമ്മളെ കുമാരേട്ടൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ജനകാണികളെ ആവേശം കൊള്ളിക്കുന്ന കുമാരേട്ടൻ റോയൽ ട്രാവൽസ് കോഴിക്കോടിൻ്റെ സ്വന്തം ആളാണ്. അദ്ദേഹത്തിന് ആ തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ആ വിഷമം നിങ്ങൾക്കൊക്കെ അറിയാം. ഗാലറിയിൽ നിന്നുള്ളപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ SMG കൂട്ടായ്മയുടെ ട്രഷറായിട്ടുള്ള സാജിയും അതുപോലെ നമ്മളെ ബാവാജിയും ഒഴിഞ്ഞുകൊടുക്കണില്ലേ. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ സ്വന്തം ആളാട്ടോ നമ്മളെ ബാവാജി. അതുപോലെ തന്നെ ഫിഫ മഞ്ചിൻ്റെ ചങ്ക് ഫാൻസാണ് നമ്മളെ സാജി. അപ്പോൾ ഒപ്പത്തിനൊപ്പമായ സമയത്തൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ചുറ്റിലും ഓടിക്കളിക്കുക നമ്മളെ കുമാരേട്ടൻ ആ ഒരു വിജയം ഉറപ്പിച്ച് റോയൽ ട്രാവൽസ് കപ്പെടുക്കും എന്നുള്ള ആ ഒരു ആവേശത്തിൽ നിന്ന് പെനാൽറ്റിയിലൂടെയെങ്കിലും വിജയിക്കും എന്നുള്ള ആവേശത്തിൽ നിൽക്കുന്ന സമയത്താണ് രണ്ട് ഗോളുകൾ മിസ്സാകുന്നതും. അതോടെ നമ്മളെ കുമാരേട്ടൻ ആകെ ക്ഷീണിച്ചു. അങ്ങനെ ആ ഒഴിഞ്ഞു കൊടുത്ത് എല്ലാവരും ആശ്വസിപ്പിക്കുന്ന ആ ഒരു രസകരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ അതൊന്നൊരു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കി കുമാരേട്ടൻ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത് നമ്മളെ സാജിയും ബാവാജിയും കൂടിയും കുമാരേട്ടനെ ആശ്വസിപ്പിക്കാൻ നെഞ്ചൊഴിഞ്ഞു കൊടുക്കുകയാണ്. അത്രയും ആകെ തളർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കി. അടിപൊളിയല്ലേ കുമാരേട്ടൻ, അടിപൊളിയാട്ടോ. അതുപോലെ തന്നെ നമ്മളെ മൊട്ടക്കാക്ക, റോയൽ ട്രാവൽസിൻ്റെ മൊട്ടക്കാക്കി ഇതുപോലെ തന്നെ സ്വന്തം ഫാനാണ്. റോയലിൻ്റെ കളികൾ ഇവിടെ ഉണ്ടാവും. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടുള്ള ആദ്യത്തെ അതിൻ്റെ പുതിയ ടീമായ റോയൽ ട്രാവൽസ് കോഴിക്കോടിൻ്റെ ചങ്ക് ഫാൻസുകളാണ് മൊട്ടക്കാക്കി. അതുപോലെ തന്നെ നമ്മളെ കുമാരേട്ടൻ. അപ്പോൾ കുമാരേട്ടൻ്റെ ആ ദയനീയാവസ്ഥ, കാരണം ഗാലറിയിൽ ഇങ്ങനൊന്നല്ല കുമാരേട്ടൻ എപ്പോഴും ആവേശം കൊള്ളിക്കാൻ ഗാലറി കാണികളെയും എല്ലാവരെയും കളിക്കാരെയൊക്കെ ആവേശം കൊള്ളിക്കാൻ നല്ല ഗോളൊക്കെ അടിക്കുന്ന സമയത്ത് കുമാരേട്ടൻ ഓടിച്ചെന്ന് ആ പ്ലെയറിനെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് റോയൽ ഫൈനൽ തോറ്റപ്പോൾ ആ ക്ഷീണിതനായി നിൽക്കുന്ന ആ ഗാലറിയിൽ ആ മുഖത്തിന് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അല്ലാതെ അലട്ടുന്നുണ്ട്. ആ തോൽവി ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തോൽവിയാണ് നമ്മൾ കുമാരേട്ടൻ ഉണ്ടായത്. അതിനെ നമുക്ക് ആ മുഖത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഗാലറിയിൽ നിന്നുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റു എല്ലാവർക്കും ബൈ.